ഞാറ്റുവേലകളുടെ ഞാറ്റുവേല. അതേത് ഞാറ്റുവേലയാണെന്നറിയോ? അത് തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ ഇന്ന് തോറാന എന്നൊക്കെ പറയുന്ന ആറാന ഒഴുകി വരും എന്നൊക്കെ പറയുന്ന ആ മഴയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇപ്പം ഞാറ്റുവേലയുടെ ഭാഗമായിട്ടാണ് ഈ മഴ ശക്തി പ്രാപിക്കുന്നത്. ഇപ്പം തിരുവാതിര ഞാറ്റുവേലയിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് നിങ്ങൾ അതറിയണം എന്ന് എനിക്കും തോന്നി. അപ്പോൾ തിരുവാതിര ഞാറ്റുവേല എന്നാണ് തുടങ്ങിയത്? 2026 തിരുവാതിര ഞാറ്റുവേല തുടങ്ങിയത് ജൂൺ 22 ഉച്ചയ്ക്ക് 12:25 തുടങ്ങി തിരുവാതിര ഞാറ്റുവേല. മറ്റെന്നാ തീരുമെന്നറിയോ? ജൂലൈ 6 ഉച്ചയ്ക്ക് 12:04 തീരും. പിന്നെയുള്ളത് പൂണർത്തം ഞാറ്റുവേല ആരംഭമാണ്. അപ്പോൾ ഈ ഞാറ്റുവേലയെക്കുറിച്ച് തന്നെ ഇന്ന് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതറിയണം. നമസ്തേ. എന്താണ് ഞാറ്റുവേല? നമ്മുടെ കാർഷിക സംസ്കാരം തന്നെ ഞാറ്റുവേലയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്താണ് ഞാറ്റുവേല എന്ന് നമുക്കറിയണ്ടേ? എന്താണ് നാള് അറിയണ്ടേ നമുക്ക്? എന്താണ് കൂറ്? എങ്ങനെയാണ് കൂറുണ്ടാകുന്നത് അല്ലേ? ഗ്രഹപ്പകർച്ചകൾ എന്താണ്? ഇതെല്ലാം അന്ധവിശ്വാസമാണോ? എന്തെങ്കിലും ശാസ്ത്രീയത ഇതിലുണ്ടോ? അറിയണ്ടേ നമുക്ക്? അത് നമുക്കൊന്ന് അറിഞ്ഞാലോ. എന്താണ് ഞാറ്റുവേല? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണം? നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയണം. എന്താണ് നക്ഷത്രം? ക്ഷയമില്ലാത്തത് നക്ഷത്രം. എന്തിനെ ക്ഷയമില്ലാതാക്കുന്നതാണ് നക്ഷത്രം? ജീവനെ ക്ഷയമില്ലാതാക്കുന്നത്, ഭൂമിയിൽ ജീവകാരണ ശക്തിയേക്കുന്നത്, ക്ഷണിക്കുന്നത്, ഭൂമിയിൽ ജീവനെ ക്ഷണിക്കുന്നത്, ക്ഷയമില്ലാതാക്കുന്നത്, ക്ഷാമപ്പെടുത്താതെ ക്ഷേമപ്പെടുത്തുന്നത് നക്ഷത്രം. നക്ഷത്ര രാജനാരാണ്? നക്ഷത്ര നാഥനാരാണ്? നക്ഷത്രപതിയാരാണ്? അത് ജ്യോത്സ്യനാണ്, ചന്ദ്രനാണ്. അപ്പോൾ നമുക്ക് നാളുകളെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ, ഞാറ്റുവേലയെക്കുറിച്ച് അറിഞ്ഞാലോ. നമ്മുടെ പുതുതലമുറ അറിയണം നാളെന്താണ്, ഞാറ്റുവേല എന്താണ്, കൂറെന്താണ്, ഗ്രഹപ്പകർച്ചകൾ എന്താണ്. അന്ധവിശ്വാസമല്ല, ശാസ്ത്രബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതിൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് നോക്കാം ഞാറ്റുവേല എന്താണ്. പൂജ്യമായ ഭൂമിയെ പൂജനീയമാക്കുന്നത്, പുഷ്പിണിയാക്കുന്നത്, ബീജഗോളമാക്കുന്നത് 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളുമാണ്. ജീവനേകുവാൻ ഭൂമിയുടെ വാമഭാഗം അലങ്കരിക്കുന്ന നവഗ്രഹങ്ങളിൽ 2ാം സ്ഥാനക്കാരൻ ഭൂമിയുടെ ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ തന്നെയാണ്. 1ാം സ്ഥാനക്കാരൻ ആരാണ്? അത് സൂര്യനാണ്. ചന്ദ്രൻ്റെ പത്നീഭാവത്തിലാണ് 27 നക്ഷത്രങ്ങൾ ബീജഗോളമായ ഭൂമിയിൽ ജീവസ്വാധീന ശക്തിയായി പ്രഭയെ ചൊരിയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളാണ് ഭൂമിയിൽ ജീവന് ജ്യോതി പകരുന്നത്. നക്ഷത്രപഥമാണ് ആകാശം. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഓരോ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന സമയത്തെയാണ് നാൾ എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ സ്വാധീനത്തിലാണ് ഭൂമിയിൽ നക്ഷത്രങ്ങൾ ജനനകാരണ ശക്തിയാകുന്നത്. ജീവകാരണ ശക്തിയിൽ 1ാം സ്ഥാനം സൂര്യനാണ്. എങ്കിലും ഓരോ ദിവസവും ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലാണ് ആ ദിവസം ജനനം ഭൂമിയിൽ സാധ്യമാകുന്നത്. ചന്ദ്രൻ ഓരോ നക്ഷത്രങ്ങളിലും സ്വാധീനമായി നിൽക്കുന്ന സമയത്തെയാണ് നാൾ എന്ന് പറയുന്നത്. നക്ഷത്രലോകമായ ആകാശത്ത് സൂര്യന് 12 ഭാവങ്ങളേക്കുന്ന 12 ഭാവങ്ങളേക്കുന്ന 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കൂറ്. 2.25 × 12 27. കൂറിനനുസരിച്ച് സൂര്യൻ നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. മാസത്തിലെ 2 ഞാറ്റുവേല. സൂര്യചന്ദ്രന്മാരെ പോലെ തന്നെ നവഗ്രഹങ്ങളിലെ മറ്റ് ഗ്രഹങ്ങളും നക്ഷത്ര പഥത്തിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഗ്രഹപ്പകർച്ചകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ പോലും കാണുവാൻ നമുക്ക് കഴിയാത്ത ഈ ഗ്രഹനക്ഷത്ര പ്രതിഭാസത്തെ ഭാരതത്തിൻ്റെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നാം അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും. അത് വിശ്വസിക്കാൻ നമുക്ക് ഞാറ്റുവേലയെ വിശ്വസിച്ചാൽ
മതിയാകും. 27 നക്ഷത്രപഥത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനെ നാൾ എന്ന് പറയുന്നു. 27 നക്ഷത്രപഥത്തിലൂടെയുള്ള സൂര്യഗതിയെ ഞാറ്റുവേല എന്ന് പറയുന്നു. 27 നക്ഷത്രങ്ങളിലൂടെയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പകർച്ചയെ ഗ്രഹപ്പകർച്ചകൾ എന്നും പറയുന്നു. ഞാറ് നടുന്നത് ഞാറ്റുവേലയ്ക്കാണ് അല്ലേ. ഞായറെന്ന് പറഞ്ഞാൽ സൂര്യൻ. 12 മാസം കൊണ്ട് 12 ഭാവപ്പകർച്ച കൊണ്ട് 27 നക്ഷത്രങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിച്ച് കടന്നു പോകുന്നു. ഏകദേശം ഒരു ഞാറ്റുവേലയ്ക്ക് 13.5 ദിവസമാണ് വരുന്നത്. 13.5 ദിവസം ദൈർഘ്യം വരുന്ന 27 ഞാറ്റുവേലകൾ ചേർന്നതാണ് 365 ദിവസമുള്ള ഒരു വർഷം. നമ്മുടെ കാർഷിക സംസ്കാരം തന്നെ ഞാറ്റുവേലയെ ആശ്രയിച്ചാണ് സമൃദ്ധിയോടെ ഇന്നും തുടരുന്നത്. എന്ത് രസമാണ് നമ്മുടെ ഞാറും നമ്മളുടെ ഈ പാടശേഖരങ്ങളും എല്ലാം കാണാനായിട്ട് അല്ലേ. എത്ര വലിയ ശാസ്ത്രചിന്തയാണ് ഭാരതം പിന്തുടരുന്നത്. നാളും ഞാറ്റുവേലയും ഗ്രഹവും കൂറും ഗ്രഹപ്പകർച്ചകളും എല്ലാം ശാസ്ത്രത്തിൻ്റെ അത്ഭുത രഹസ്യങ്ങളാണ്.